അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പരിശുദ്ധമായിട്ടുള്ള വെള്ളിയാഴ്ച ദിവസത്തിലെ ദുൽഹിജ്ജയിലെ ആദ്യത്തെ വെള്ളിയാഴ്ച ദിവസമാണല്ലോ ഇന്ന്. ഇന്നത്തെ ദിവസത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഈ ദിവസത്തിൽ ഒറ്റയിരുപ്പിൽ ഈ ദിക്ർ നിങ്ങൾക്ക് ചൊല്ലി കിട്ടുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഈ ഒരു ദിക്ർ ചൊല്ലിക്കഴിഞ്ഞ് നേരം പുലരുമ്പത്തിന് നിങ്ങളുടെ ആവശ്യം, നിങ്ങളുടെ ആഗ്രഹം നേടിക്കിട്ടിയിട്ടുണ്ടാവില്ലേ. രാവിലെ നിങ്ങൾ ആഗ്രഹത്തിന് വേണ്ടിയിട്ടുള്ള സന്തോഷ വാർത്ത നിങ്ങൾ കേൾക്കുകയും ചെയ്യും. അത്രയും മഹത്തായിട്ടുള്ള ഒരു അമൽ ഇന്നത്തെ ഈ ഒരു ദിവസത്തിൽ നമുക്ക് നോക്കിയാലോ. പരിശുദ്ധമായിട്ടുള്ള ദുൽഹിജ്ജ മാസമാണ്. ഓരോ ദിവസവും വളരെയധികം പവിത്രമാണ്. അപ്പോൾ ഓരോ ദിവസവും നമ്മൾ ചെയ്യുന്ന അമലുകൾ അത്രയും മഹത്തമായിട്ട് തന്നെ, അത്രയും ഭയഭക്തിയോടുകൂടെ ബഹുമാനത്തോടുകൂടെ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, ചൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ നിങ്ങൾ ദുആ ചെയ്യുമ്പോൾ എല്ലാവരെയും ദുആയിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ പവിത്രമായിട്ടുള്ള അസ്മാഉൽ ഹുസ്നയെ മുറുകെ പിടിച്ചുകൊണ്ട് മുടങ്ങാതെ ചൊല്ലാൻ നമ്മൾ ഈ ഒരു 10 ദിവസമെങ്കിലും ശ്രമിക്കുക ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമുക്ക് ആ വിഷയത്തിലേക്ക് കടക്കാം. അതിന് മുമ്പായിട്ട് ഈ വീഡിയോ കാണുന്ന ആളുകളൊന്ന് ലൈക്ക് ചെയ്ത് വെക്കണേ. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ഇത്തരം അറിവുകൾ നമ്മൾ മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ ആദ്യമായിട്ടാണ് ഈ ഒരു ഇസ്ലാമിക് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും ശ്രമിക്കാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മൾ ചെയ്യുന്ന ഓരോ അമലുകളും സ്വീകരിക്കട്ടെ, നമ്മൾ ചെയ്യുന്ന ഓരോ ഇബാദത്തുകളും സ്വീകരിക്കട്ടെ. അതൊന്നും തള്ളിക്കളയാതെ നമുക്ക് തക്കമായിട്ടുള്ള പ്രതിഫലം നൽകട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്കത് ഏതാണെന്ന് നോക്കാം വേഗത്തിൽ തന്നെ. വെള്ളിയാഴ്ച വരുമ്പോൾ തന്നെ മനസ്സിനൊരു പ്രത്യേക സമാധാനമാണല്ലേ. എന്താ അള്ളാഹു നമ്മളോട് അടുത്തിരിക്കണ പോലെ തോന്നുന്നുണ്ട്. ആ ദിവസത്തിൻ്റെ രാവിലെ ആ ഒരു സമയത്തിന് പോലും വല്ലാത്തൊരു ഫീല് നമുക്ക് അനുഭവപ്പെടാറുണ്ട്. മനസ്സിലറിയാതൊരു പ്രതീക്ഷ വരും. ഇന്ന് ഞാൻ ചെയ്യണ ഈ ഒരു പ്രാർത്ഥന, ഈ ഒരു ദിക്ർ, ഈ ഒരു സൂറത്ത് അള്ളാഹ് സ്വീകരിക്കുമോ? അങ്ങനെ ഒരു പ്രതീക്ഷ നിങ്ങൾക്ക് വരലുണ്ടോ? ജീവിതത്തിൽ എല്ലാവർക്കും ചില ആഗ്രഹങ്ങളുണ്ടാകും. ചിലത് ചെറുതായിരിക്കും, ചിലത് ഹൃദയത്തോട് വളരെ അടുത്തതായിരിക്കും. ചില ആഗ്രഹങ്ങൾ നമ്മൾ ആരോടും പറയൂല. പക്ഷെ രാത്രി ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നമ്മൾ അള്ളാഹിനോട് പറയും, അള്ളാഹ് ഇത് മാത്രം മതി എനിക്ക്, ഇത് മാത്രം എനിക്ക് നൽകണേ എന്ന് പറഞ്ഞ് ദുആ ചെയ്യുന്ന നിമിഷങ്ങൾ, അതിന് വേറൊരു സമാധാനം ഉണ്ടല്ലേ. ഇപ്പോൾ ഒരുപാട് അമലുകൾ നമ്മൾ ചെയ്തിട്ടും ചിലതിന് നമുക്ക് ഉത്തരം കിട്ടുമ്പോൾ മനസ്സിലുണ്ടാകുന്ന ആ ഒരു സമാധാനം അതൊരു വേറെ തരത്തിലുള്ളൊരു ഫീലായിരിക്കും അല്ലേ. ജുമയുടെ ആ ഒരു ബാങ്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിനൊരു സമാധാനമാണ്. പള്ളിയിലേക്ക് പോകുമ്പോൾ ഹൃദയത്തിലൊരു പ്രതീക്ഷയൊക്കെ ഉണ്ടാകും. ഇന്ന് നല്ലൊരു ദിവസം തന്നെ ആയിരിക്കുമെന്ന് തോന്നും. ഒരു 10 കൊല്ലം മുമ്പൊക്കെ ആണെങ്കിൽ വെള്ളിയാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വല്യമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികളോടൊക്കെ ആ ജുമയുടെ ടൈം ആകുമ്പോഴത്തേന് എല്ലാവരെയും കുളിച്ച് നിസ്കരിപ്പിച്ച് 2 റക്അത്ത് സുന്നത്തൊക്കെ നിസ്കരിപ്പിച്ച് ഖുർആൻ എടുത്ത് ഓതിപ്പിക്കുന്ന സമയങ്ങളായിരുന്നു ആ ഒരു ടൈം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എന്നാൽ ഇന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാലം മാറിയിട്ടുണ്ട്. അത്തരത്തിലൊന്നും ഇല്ലെങ്കിലും വെള്ളിയാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ തന്നെ ഒരു ഫീല് നമ്മുടെ ഹൃദയത്തിൽ വരുന്നുണ്ടല്ലേ. ഖുതുബ കേൾക്കുമ്പോൾ ചില വാക്കുകൾ നേരെ ഹൃദയത്തിൽ തട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്ത തെറ്റുകൾ നമുക്ക് ഓർമ്മ വരും. അള്ളാഹിനെ കൂടുതൽ ഓർക്കാൻ തോന്നും, കൂടുതൽ ആത്മാർത്ഥമായിട്ട് പറയാൻ തോന്നും. ജീവിതത്തിൽ ചിലപ്പോൾ നമ്മൾ ഒരുപാട് കാത്തിരിക്കും, പക്ഷെ കാര്യങ്ങളൊന്നും നടക്കൂല. ഒരുപാട് ദുആ ചെയ്തിട്ടും മറുപടി കിട്ടണില്ല എന്ന് തോന്നും. അപ്പം മനസ്സ് തളരും, കരയാനും തോന്നും. പക്ഷേ ഒരു കാര്യം മാത്രം മറക്കരുതില്ലേ, അള്ളാഹു ഒരാളുടെയും ദുആ കേൾക്കാതെ പോകൂല. അള്ളാഹ് ഒരാൾക്ക് മാത്രം അനുഗ്രഹങ്ങൾ ഇങ്ങനെ കോരി ചൊരിഞ്ഞു കൊടുക്കൂല. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഇടങ്ങേറുകളും അവരുടേതായിട്ടുള്ള സങ്കടങ്ങളും ഉണ്ടാകും. പക്ഷെ ശരിയായ സമയത്ത് തന്നെ അള്ളാഹ് നമുക്ക് എല്ലാതും നൽകും അല്ലേ. അള്ളാഹുവിന് അസാധ്യം എന്ന ഒന്നില്ല. ഒരു നിമിഷം മതി ജീവിതം മാറാൻ. ഇന്നില്ലാത്ത സന്തോഷം ഉണ്ടല്ലോ, നമുക്ക് ദുആ ചെയ്യാം, നാളെ ലഭിക്കുക തന്നെ ചെയ്യും. ഇന്ന് നമുക്ക് മുമ്പിൽ കൊട്ടിയടക്കപ്പെട്ടുള്ള ആളുകൾ, കൊട്ടിയടക്കപ്പെട്ടുള്ള സ്ഥാനങ്ങൾ അത് റബ്ബ് സുബ്ഹാനഹു തആല അതിക്കും മനോഹരമായിട്ട് തുറന്നു തരും. അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച ദുആ ചെയ്യുമ്പോൾ പ്രതീക്ഷ നമ്മൾ ഒരിക്കലും കൈവിടാൻ പറ്റൂല. മനസ്സ് തുറന്ന് അള്ളാഹിനോട് സംസാരിക്കണം. ആർക്കും പറയാൻ കഴിയാത്ത കാര്യങ്ങൾ പോലും അള്ളാഹിനോട് പറയണം. കാരണം നമ്മളുടെ ഹൃദയം മുഴുവൻ അറിയുന്ന ആ ഒരു
മഹാശക്തിയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. രാത്രിയിൽ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ദുആ ചെയ്യണം. എൻ്റെ ദുആ സ്വീകരിക്കണേ എന്ന് പറയണം. കരയാൻ തോന്നിയ കരയണം. അള്ളാഹിനോട് പറയുന്ന കണ്ണുനീര് ഒരിക്കലും വെറുതെ ആകൂലല്ലേ. ഒരു പക്ഷേ ഒരുപാട് നാളായിട്ട് കാത്തിരിക്കുന്ന ആ ഒരു സന്തോഷം, മനസ്സിൽ മാത്രം ഒളിപ്പിച്ച ആ ഒരു ആഗ്രഹം ഈ ഒരു രാത്രി ചോദിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് ഇരട്ടിയായിട്ട് നിങ്ങൾക്ക് അനുഗ്രഹമായിട്ട് ചൊരിഞ്ഞു തരും. അപ്പോൾ ആ അത്രയും എഫക്റ്റീവായിട്ട് നമുക്ക് കിട്ടുന്ന ആ ഒരു ദിക്ർ ഏതാണെന്ന് നമുക്ക് നോക്കിയാലോ ഇൻഷാ അല്ലാ. അതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന ആളുകൾ മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും, അതേപോലെ തന്നെ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ശ്രമിക്കുക. ഞാൻ ഇത്തരത്തിൽ പുതുതായി ഇടുന്ന വീഡിയോസ് വേഗത്തിൽ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴി ലഭിക്കാൻ അത് സഹായിക്കും ഇൻഷാ അല്ലാ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബി അന്ന ലക്കൽ ഹംദു എന്ന് തുടങ്ങുന്ന ഈ ഒരു ദുആ വളരെ മഹത്തായിട്ടുള്ള ദുആകളിൽ ഒന്ന് തന്നെയാണ്. ഇസ്ലാമിക പണ്ഡിതർ വിശദീകരിക്കുന്നത് ഈ ദുആ ചെറിയ വാക്കുകളാൽ തുടങ്ങുന്നുവെങ്കിലും അതിൻ്റെ അർത്ഥം വളരെ ആഴമുള്ളതാണ്. ഒരു മനുഷ്യൻ നബിയുടെ സാന്നിധ്യത്തിലിരുന്ന് ഇങ്ങനെ ദുആ ചെയ്യുമായിരുന്നു, അള്ളാഹിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. ഇത്തരത്തിൽ ഹദീസിൽ വന്നിട്ടുണ്ടല്ലേ. അത് കേട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു പ്രത്യേക കാര്യം പറഞ്ഞു. അവൻ അള്ളാഹുവിൻ്റെ മഹത്തായിട്ടുള്ള നാമങ്ങൾ ഉപയോഗിച്ചാണ് ദുആ ചെയ്തത്. എന്നാൽ നബി പറഞ്ഞത് പിന്നെ ആ നാമങ്ങൾ കൊണ്ട് ചോദിക്കുമ്പോൾ അള്ളാഹു നൽകുകയും ദുആ സ്വീകരിക്കുകയും ചെയ്യും എന്നും അവിടുന്ന് പറഞ്ഞു. ഈ കാരണത്താലാണ് ഈ ദുആയെ പലരും ഏറെ മഹത്വമുള്ള ദുആയായിട്ട്, ഏറെ ഫലമുള്ള ദുആയായിട്ട് കാണുന്നത്. ഈ ദുആയിൽ ആദ്യം തന്നെ എല്ലാ സ്തുതിയും നിനക്കാണ് എന്ന് പറയുന്നുണ്ട്. അതായത് മനുഷ്യൻ തൻ്റെ ഒരു ആവശ്യം പറയുന്നതിന് മുമ്പ് അള്ളാഹുവിൻ്റെ മഹത്വം സമ്മതിക്കുകയാണ്. അത് ഒരു വിശ്വാസിയുടെ വിനയത്താൽ കാണിക്കുന്നതാണ്. അതിനുശേഷം നീ ഇല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല എന്ന് പറയുന്നുണ്ട്. അതിലൂടെ ഒരാൾ തൻ്റെ പൂർണ്ണമായിട്ടുള്ള വിശ്വാസം അള്ളാഹുവിൽ ഏൽപ്പിക്കുകയാണ്. ഈ ദുആയിൽ വരുന്ന അൽ മന്നാൻ എന്ന നാമം വളരെ പ്രത്യേകമുള്ളതാണ്. ഇതിൻ്റെ അർത്ഥം പ്രതിഫലം കാത്തിരിക്കാതെ അനുഗ്രഹങ്ങൾ നൽകുന്നവൻ എന്നാണ്. മനുഷ്യർ പലപ്പോഴും ചോദിക്കാൻ പോലും മറക്കുന്ന നന്മകൾ അള്ളാഹു നൽകുന്നുണ്ടല്ലോ. ആരോഗ്യം, ശ്വാസം, സമാധാനം, കുടുംബം, ഭക്ഷണം, ഇതെല്ലാം അള്ളാഹിൻ്റെ അനുഗ്രഹങ്ങൾ തന്നെയാണ്. ഈ നാമം ചൊല്ലുമ്പോൾ ഒരു മനുഷ്യന് അള്ളാഹുവിൻ്റെ കരുണ എത്ര വലുതാണെന്ന് ഓർമ്മ വരും. ബദീഉ സമാവാതി വൽ അർള് എന്ന ഭാഗം ആകാശത്തിലൂടെ ഭൂമിയിലൂടെയും അത്ഭുത സൃഷ്ടാവ് എന്നർത്ഥം നൽകുന്നുണ്ട്. ഒന്നുമല്ലാത്തിടത്ത് നിന്ന് ഈ ലോകത്തെ സൃഷ്ടിച്ച അള്ളാഹുവിന് മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയില്ലേ എന്ന ചിന്ത ഹൃദയത്തിൽ വരും. അതുകൊണ്ട് തന്നെ ഈ ദുആ പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരാളുടെ മനസ്സിൽ പോലും ആത്മവിശ്വാസം ഉണ്ടാക്കുന്നുണ്ട്. യാദൽ ജലാലി വൽ ഇക്റാം എന്ന നാമം അള്ളാഹുവിൻ്റെ മഹത്വത്തെയും ബഹുമതിയെയും ഓർമ്മിപ്പിക്കുന്നുണ്ട്. എല്ലാ ശക്തിയും മഹത്വവും അള്ളാഹുവിൽ നിന്നാണ് എന്ന ബോധം ഈ വാക്കുകൾ കൊണ്ട് നൽകുന്നുണ്ട്. മനുഷ്യർ എത്ര ശക്തനായാലും അള്ളാഹുവിൻ്റെ മുമ്പിൽ വളരെ ബലഹീനനാണ്. ഈ ദുആ അത് മനസ്സിലാക്കാൻ സഹായിക്കും. യാ ഹയ്യു യാ ഖയ്യൂം എന്ന നാമങ്ങൾ ഇസ്ലാമിൽ വളരെ മഹത്തായിട്ടുള്ള നാമങ്ങളായിട്ട് പറയപ്പെടുന്നുണ്ട്. അൽ ഹയ്യ് എന്നത് എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ എന്നാണ് അർത്ഥം. അൽ ഖയ്യൂം എന്നത് എല്ലാം നിലനിർത്തുന്നവൻ എന്നുമാണ് അർത്ഥം. ഈ ലോകത്തിലെ എല്ലാം മാറും, മനുഷ്യരും സാഹചര്യങ്ങളും മാറും, പക്ഷേ അള്ളാഹു ഒരിക്കലും മാറുന്നില്ല. ഈ വിശ്വാസം ഹൃദയത്തിന് വലിയ സമാധാനം നൽകുന്നുണ്ട്. ഈ ദുആയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മനുഷ്യനെ അള്ളാഹുവിനോട് വളരെ അടുപ്പിക്കുന്നു എന്നതാണ്. വെറും ആവശ്യങ്ങൾ ചോദിക്കുന്ന ഒരു ദുആ മാത്രമല്ല ഈ ഒരു ദുആ. അള്ളാഹുവിൻ്റെ മഹത്വം മനസ്സിലാക്കി റബ്ബിനോട് വിനയത്തോടെ തിരിയുന്ന ഒരു പ്രാർത്ഥനയാണിത്. അതുകൊണ്ട് ഈ ദുആ ഹൃദയത്തെ മൃദുവാക്കും, മനസ്സിൽ അഹങ്കാരം കുറക്കും, അള്ളാഹുവിൽ കൂടുതൽ വിശ്വാസം വളർത്തും. പലരും ഈ ദുആ തഹജ്ജുദിന് ശേഷം ചൊല്ലാറുണ്ട്. ചിലർ ജുമാ ദിവസങ്ങളിൽ കൂടുതലായിട്ട് ചൊല്ലും. ചിലർ വിഷമ സമയങ്ങളിൽ ആവർത്തിച്ച് ചൊല്ലും. കാരണം ഈ ദുആയിൽ പ്രതീക്ഷയും സമാധാനവും ഒരുമിച്ചുണ്ട്. മനസ്സ് തകർന്ന സമയങ്ങളിൽ ഈ ദുആ ഒരു മനുഷ്യനെ വീണ്ടും ഉയർത്താൻ സഹായിക്കുന്നുണ്ട്. ഈ ദുആ ചൊല്ലുമ്പോൾ തന്നെ വേഗത്തിൽ മാത്രം പറയാതെ അർത്ഥം മനസ്സിലാക്കി പറയുന്നത് കൂടുതൽ നല്ലതാണ്. ഓരോ നാമത്തിൻ്റെയും മഹത്വം ഹൃദയത്തിൽ ചിന്തിച്ചുകൊണ്ട് പറയുമ്പോൾ ദുആ കൂടുതൽ ആത്മാർത്ഥമാകും. അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടത് ഹൃദയത്തിൽ നിന്നുള്ള വിളിയാണ്.
ഇസ്ലാം അത് പഠിപ്പിക്കുന്നുമുണ്ട്. ജീവിതത്തിൽ ചിലപ്പോൾ വഴികളെല്ലാം അടഞ്ഞു പോയതായിട്ട് തോന്നുന്നുണ്ടെങ്കിലും ഒരുപാട് ശ്രമിച്ചിട്ടും കാര്യങ്ങൾ നടക്കാതെ വന്നാലും മനുഷ്യൻ പൂർണ്ണമായിട്ടും അള്ളാഹുവിലേക്ക് തിരിയണം. അത്തരം സമയങ്ങളിലെ ഈ ദുആ വലിയൊരു ആശ്വാസവുമാണ്. എനിക്ക് വഴിയില്ലെങ്കിൽ അള്ളാഹുവിന് വഴിയുണ്ട് എന്ന വിശ്വാസം ദുആ ഹൃദയത്തിൽ ഉണ്ടാക്കും. ഈ ഒരു ദുആ നമ്മളെ പഠിപ്പിക്കുന്ന സത്യം അള്ളാഹുവിൻ്റെ കരുണ ഒരിക്കലും അവസാനിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ മഹത്തായിട്ടുള്ള ആ ഒരു ദുആയെ ഇന്നത്തെ ദിവസത്തിൽ ഒരു 101 തവണയെങ്കിലും നമ്മൾ ചൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബി അന്ന ലകൽ ഹംദു ലാ ഇലാഹ ഇല്ലാ അൻത അൽ മന്നാനു ബദി ഉസ്സമാവാതി വൽ അർളി യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഹയ്യു യാ ഖയ്യൂം. ഈ വെള്ളിയാഴ്ച ദിവസം, ഈ ദുൽഹിജ്ജയിലെ വെള്ളിയാഴ്ച ദിവസത്തിൽ നമ്മളുടെ മനസ്സിലെ എന്തെങ്കിലും ഒരു മുറാദ് വെച്ചിട്ട് ഈ ഒരു ദിക്റിനെ, ഈ ഒരു ദുആയെ നിങ്ങൾ 101 തവണ ചൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് ഒറ്റ ഇരിപ്പിൽ നിങ്ങളിങ്ങനെ ചൊല്ലി തീർക്കുകയാണെങ്കിൽ നിങ്ങളെ വിളി റബ്ബ് കേൾക്കുക തന്നെ ചെയ്യും. അത്രയും ഫലവത്തായിട്ടുള്ള ഒരു അമലാണിത്. അർത്ഥം നോക്കാം. അള്ളാഹുവെ, എല്ലാ സ്തുതിയും നിനക്കാണ് എന്ന് സമ്മതിച്ചുകൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു. നീ ഇല്ലാതെ ആരാധനക്ക് അർഹനില്ല. അതിയായ അനുഗ്രഹം നൽകുന്നവനെ, ആകാശങ്ങളുടെയും ഭൂമികളുടെയും സൃഷ്ടാവെ, മഹത്വത്തിൻ്റെയും ബഹുമതിയുടെയും ഉടയവനെ, എന്നും ജീവിക്കുന്നവനെ, എല്ലാം നിലനിർത്തുന്നവനെ എന്നാണ് ഈ ദുആയുടെ അർത്ഥം വരുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ദിവസത്തിൽ ആരും തന്നെ മുടക്കി കളയാതെ ഈ ഒരു അമലിനെ ചൊല്ലി തീർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. മനസ്സറിഞ്ഞ് ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സ് നിറച്ച് തന്നെ റബ്ബ് സുബ്ഹാനഹു തആല അനുഗ്രഹങ്ങൾ നൽകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നല്ലൊരു വിഷയമായിട്ട് ഇനി വീണ്ടും വരാം. ഈ ഒരു ദുആ, മഹത്തായിട്ടുള്ള ദുആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാട്ടില്ലേ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.